സോളോ ലെവലിംഗ് യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുള്ളായ ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് സങ് ജിന്നു എന്നായിരിക്കും. എന്നാൽ സങ് ജിന്നുവിനെ ഈ യൂണിവേഴ്സിൽ അറിയപ്പെടുന്നത് ദ സെക്കൻഡ് ഷാഡോ മൊണാർക്ക് എന്നാണ്. ജിൻവുവിന് ഈ പവർ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും? ആരായിരുന്നു ദ ഫസ്റ്റ് ഷാഡോ മൊണാർക്ക്? ഈ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയും പവറുകളും എന്തെല്ലാമാണ്? ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ആനിമെ വിശേഷങ്ങളും ക്യാരക്ടർ ബാക്ക് സ്റ്റോറികളും ആനിമെ റീക്യാപ്സും എല്ലാം ഇഷ്ടമാണെങ്കിൽ നമ്മുടെ മാംഗ മുട്ടായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നേറുകയുള്ളൂ. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദി ഷാഡോ മൊണാർക്ക്, ദി സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ക്യാരക്ടർ ഇൻ ദ സോളോ ലെവലിംഗ് യൂണിവേഴ്സ്. എന്ത്? അപ്പോ കണക്കുകളെല്ലാം തെറ്റിയോ? ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടർ അല്ലേ? അല്ല എന്നാണ് സോളോ ലെവലിംഗ് പറയുന്നത്. ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടർ ഏതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യണം. ഇന്നാ ഒരു ക്ലൂ പിടിച്ചോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സങ് ജിൻവുവിന്റെ എല്ലാ പവറിന്റെയും സോഴ്സ്, ആബ്സല്യൂട്ട് ബീയിങ് ക്രിയേറ്റ് ചെയ്ത 8 റൂളേഴ്സിൽ ഏറ്റവും പവർഫുള്ളായ റൂളർ അഥവാ ഫ്രാഗ്മെന്റ്, അതാണ് ആഷ്ബോൺ, ദ കിങ് ഓഫ് ഡെഡ് ആൻഡ് മൊണാർക്ക് ഓഫ് ദ ഷാഡോസ്. ആഷ്ബോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള മസ്ക്യുലറായ ബോഡിയും പേർപ്പിൾ നിറത്തിൽ കത്തുന്ന തീ പോലെയുള്ള കണ്ണുകളും മുടിയും വളഞ്ഞ 2 കൊമ്പുകളും മൂർച്ചയേറിയ നഖങ്ങളുമുള്ള പേടിപ്പെടുത്തുന്ന ഒരു രൂപം. ജെറ്റ് ബ്ലാക്ക് ആർമറും അതിന്റെ പുറത്തുകൂടി ബ്ലാക്കും പേർപ്പിളും ചേർന്ന പുക കൊണ്ടൊരു കോട്ടും ധരിച്ചിരിക്കുന്നു. കയ്യിലാണെങ്കിൽ പ്യുവർ ബ്ലാക്ക് കളറിലുള്ള ഹെവിയായ ഒരു വാളുമുണ്ട്. ഇതാണ് ആഷ്ബോൺ, ദ മൊണാർക്ക് ഓഫ് ഷാഡോസ്. എന്നാൽ ആഷ്ബോണിനൊരു പഴയ കാലമുണ്ടായിരുന്നു. അതാണ് ഗ്രേറ്റസ്റ്റ് ഫ്രാഗ്മെന്റ് ഓഫ് ബ്രില്യൻറ്റ് ലൈറ്റ്. അന്ന് ആഷ്ബോൺ ഒരു വൈറ്റ് നൈറ്റ് ആയിരുന്നു. വലിയ തൂവെള്ള ചിറകുകളുള്ള, സിൽവർ കളർ നീണ്ട മുടിയുള്ള, കണ്ണുകളിൽ കത്തി നിൽക്കുന്ന പ്രകാശമുള്ള ഒരു റൂളർ. അന്ന് ആഷ്ബോൺ ധരിച്ചിരുന്നത് സിൽവർ കളർ വസ്ത്രത്തിനു മേലെ ലൈറ്റ് ബ്രൗൺ കളർ ആർമറും ഒരു ഗ്രേ കോട്ടുമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ സിൽവറും ലൈറ്റ് ബ്രൗൺ കളറും കൂടിയ ഒരു വലിയ വാളുണ്ടായിരുന്നു. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ആഷ്ബോണിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ആബ്സല്യൂട്ട് ബീയിങ്ങിനു വേണ്ടി റൂളേഴ്സിൽ ഒരാളായി മൊണാർക്സിനെതിരെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത ഒരാളാണ് ആഷ്ബോൺ. തന്റെ എന്റർടൈൻമെന്റിനു വേണ്ടി റൂളേഴ്സിനെയും മൊണാർക്സിനെയും തമ്മിൽ അടുപ്പിച്ച് ആബ്സല്യൂട്ട് ബീയിങ്ങിനെതിരായി എല്ലാ റൂളേഴ്സും തിരിഞ്ഞപ്പോൾ ആഷ്ബോൺ മാത്രമായിരുന്നു ആബ്സല്യൂട്ട് ബീയിങ്ങിന്റെ ഒപ്പം ലോയലായി കൂടെ നിന്ന് അവരെ എതിർത്തത്. എന്നാൽ റൂളേഴ്സ് എല്ലാവരും കൂടി ആഷ്ബോണിനെ കൊല്ലാൻ ശ്രമിച്ചു. തനിക്ക് കിട്ടിയ മുറിവിന്റെ ആഴം മനസ്സിലാക്കിയ ആഷ്ബോൺ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ആ വലിയ രഹസ്യം തിരിച്ചറിയുന്നത്. ആബ്സല്യൂട്ട് ബീയിങ് തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ മാരക ശക്തിയെക്കുറിച്ചുള്ള രഹസ്യം. ഇതറിഞ്ഞതും ആഷ്ബോൺ ആ ശക്തിയെ ആക്ടിവേറ്റ് ചെയ്തു. തിരിച്ചു വന്ന് തന്നെ ചതിച്ച റൂളേഴ്സിനെ കൊല്ലാനും ആബ്സല്യൂട്ട് ബീയിങ്ങിനെ രക്ഷിക്കാനും യുദ്ധഭൂമിയിൽ പോയ ആഷ്ബോൺ കണ്ടത് തന്നെ ചതിച്ച റൂളേഴ്സ് ആബ്സല്യൂട്ട് ബീയിങ്ങിനെ കൊന്നിരിക്കുന്നു എന്നാണ്. എന്നാൽ റൂളേഴ്സ് അവരുടെ യുദ്ധം തുടർന്നു. അവർ മൊണാർക്സിൽ ഒരാളായ ലെജിയ, കിങ് ഓഫ് ജയന്റിനെ ക്യാപ്ചർ ചെയ്ത് മാന എക്സ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതറിഞ്ഞ ആഷ്ബോണിന് ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനെ പോവുകയാണെങ്കിൽ റൂളേഴ്സ് എല്ലാ മൊണാർക്സിനെയും കൊല്ലും. അങ്ങനെ ആഷ്ബോൺ മൊണാർക്സിന് തന്റെ ഹെൽപ്പ് ഓഫർ ചെയ്തു. അവരത് സ്വീകരിച്ചു. അങ്ങനെ റൂളർ ആയിരുന്ന ആഷ്ബോൺ ഒരു മൊണാർക്കായി മാറി. പക്ഷേ യുദ്ധം മുന്നോട്ട് പോയപ്പോൾ 2 കൂട്ടർക്കും ഒരു കാര്യം വ്യക്തമായി. ആഷ്ബോണിന്റെ പവറിന് മുന്നിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന്. അങ്ങനെ താൻ സഹായിച്ചുകൊണ്ടിരുന്ന മൊണാർക്കിലെ 2 പേർ തനിക്കെതിരെ തിരിഞ്ഞു എന്ന് ആഷ്ബോണിന് മനസ്സിലായി. അത് മറ്റാരുമല്ലായിരുന്നു കിങ് ഓഫ് ദ ബീസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന റാക്കനും കിങ് ഓഫ് ദ ടീമൻസ് എന്നറിയപ്പെട്ടിരുന്ന ബറാനുമായിരുന്നു അത്. അവരെ 2 പേരെയും ആഷ്ബോൺ നിഷ്പ്രയാസം തോൽപ്പിച്ച് ബറാനെ കൊന്നുകളഞ്ഞു. റാക്കൻ ഓടിയൊളിച്ചു. ബറാനെ കൊല്ലുന്നത് കണ്ട റൂളേഴ്സ് ആഷ്ബോണിന്റെ മുന്നിൽ വന്ന് മാപ്പപേക്ഷിച്ചു. തന്നെ കൊല്ലാൻ ശ്രമിച്ചതും ആബ്സല്യൂട്ട് ബീയിങ്ങിനെ കൊന്നതുമെല്ലാം മനസ്സിൽ വന്ന ആഷ്ബോൺ ആദ്യം അവരുടെ മാപ്പ് സ്വീകരിച്ചില്ല. എന്നാൽ അവരുടെ ആവർത്തിച്ചുള്ള മാപ്പപേക്ഷയിൽ മനസ്സലിഞ്ഞു. അതുമാത്രമല്ല, തന്നെ കൊല്ലാൻ ശ്രമിച്ച റാക്കനെ ആഷ്ബോണിന് കൊല്ലണമായിരുന്നു. മുന്നേ നടന്ന റാക്കാനും ബറാനുമായുള്ള യുദ്ധത്തിൽ ആഷ്ബോണിന്റെ നല്ലൊരു ശതമാനം ഷാഡോ ആർമിയും നശിച്ചിരുന്നു. അതിനാൽ ആഷ്ബോൺ റൂളേഴ്സിനോട് ക്ഷമിച്ച് അവിടെ നിന്ന് പോയി. ഈ തക്കം നോക്കി റൂളേഴ്സ് എല്ലാ മൊണാർക്സിനെയും തോൽപ്പിച്ചു. തോൽവി മനസ്സിലാക്കിയ മൊണാർക്സ് പല സ്ഥലങ്ങളിലേക്ക് ഓടിയൊളിച്ചു. അങ്ങനെ ആ യുദ്ധം റൂളേഴ്സ് ജയിച്ചു. നൂറ്റാണ്ടുകൾക്കു ശേഷം ഒളിവിൽ പോയ മൊണാർക്സ് ഭൂമിയെ ആക്രമിക്കാൻ തുടങ്ങി. ഇതുകണ്ട ആഷ്ബോൺ തന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഭൂമിയിലേക്ക് വന്നു. ആർക്കിടെക്ട് എന്ന് വിളിക്കപ്പെടുന്ന കണ്ടിയാരുവിന്റെ സഹായത്തോടുകൂടി തനിക്ക് തന്റെ ലെഗസി കാത്തു സൂക്ഷിക്കാനും തന്റെ പവർ പാസ് ഓൺ ചെയ്യാൻ വേണ്ടി ഒരു വെസലിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് നമ്മൾ സോളോ ലെവലിംഗിന്റെ ആദ്യം കണ്ട സിസ്റ്റം ഉണ്ടാക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് ആഷ്ബോൺ സങ് ജിൻവുനെ കണ്ടെത്തുന്നത്. ആരോഗ്യമില്ലാത്ത, വലിയ ശക്തിയൊന്നുമില്ലാത്ത, എന്നാൽ മരിക്കാൻ ഭയമില്ലാത്ത ഒരു കൊച്ചു പയ്യൻ. അവനെ സിസ്റ്റം പല ടെസ്റ്റുകൾ കൊടുത്തു
കൊടുത്തും പെനാൽറ്റികൾ കൊടുത്തും ആഷ്ബോണിന്റെ വെസലായി മാറ്റി. ഇനി രണ്ടാമത്തെ ഡബിൾ ഡഞ്ചൻ ഇൻസിഡന്റ്, അതായത് ജിൻവു ലെവൽ 100 ആയപ്പോൾ സിസ്റ്റം ഒരു കീ കൊടുക്കുന്നുണ്ട്. ആ കീ യൂസ് ചെയ്ത് തുറക്കുന്നത് ഒരു ഡബിൾ ഡഞ്ചിന്റെ ഡോർ ആയിരുന്നു. അവിടെ വെച്ച് കണ്ടിയാർ വിചാരിക്കുന്നത് ആഷ്ബോൺ തന്റെ വെസലായ ജിൻവുവിനെ തന്റെ അധീനതയിലാകുമെന്നാണ്. പക്ഷേ ആഷ്ബോണിന് അത് താല്പര്യമുണ്ടായിരുന്നില്ല. പകരം തന്റെ ലെഗസി കാത്തു സൂക്ഷിക്കാൻ തന്റെ സക്സസറായിട്ടാണ് ജിൻവുവിനെ കണ്ടത്. ഈ പ്രോസസ്സിനിടയിൽ ജിൻവുവിന് ആഷ്ബോൺ ആരായിരുന്നു എന്ന് സിസ്റ്റം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആഷ്ബോണിന്റെ പവർ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. ആബ്സല്യൂട്ട് ബീയിങ്ങിനെ മാറ്റി നിർത്തിയാൽ ഒരൊറ്റ ആൾക്ക് മാത്രമേ ആഷ്ബോണിന്റെ പവറിന് മുന്നിൽ കട്ടക്ക് പിടിച്ചു നിൽക്കാനായിരുന്നുള്ളൂ. ആ ആളെ ജിൻവു പിന്നീട് വലിച്ചു കീറുന്നുണ്ട്. മറക്കണ്ട, ആ ഒരാൾ ആരാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്തോ. എത്ര പേർക്കറിയാം എന്ന് നോക്കാലോ. അപ്പൊ പവർ എന്തൊക്കെയാ? ഇമ്മെഷറബിൾ സ്ട്രെങ്ത്. യുദ്ധത്തിൽ ഡീമൻ കിങ് ബറാന്റെ തല ഒറ്റമർത്തിന് ചിതറിച്ചു കളയുന്നത് നമുക്ക് കാണാം. അടുത്തത്, തന്റെ ശക്തി ഒരു മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആഷ്ബോണിന് സാധിക്കും. പക്ഷേ ആ മനുഷ്യന് അത്രയും പവർ താങ്ങാൻ സാധിക്കണം. അതാണ് ആഷ്ബോൺ സിസ്റ്റത്തിനെ ഉപയോഗിച്ച് ജിൻവുവിനെ ട്രെയിൻ ചെയ്തത്. അടുത്തത്, ആഷ്ബോണിന് ആരുടെയും രൂപത്തിൽ മാറാൻ കഴിയും, ഷേപ്പ് ഷിഫ്റ്റിംഗ്. അതുപോലെ മൾട്ടി ഡിമെൻഷൽ പോർട്ടലുകൾ സൃഷ്ടിച്ച് എവിടെയും ട്രാവൽ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ ഷാഡോ മാനിപ്പുലേഷൻ യൂസ് ചെയ്ത് എല്ലാത്തരം ഷാഡോസിനെയും റീഷേപ്പ് ചെയ്യാനും ടോട്ടലായി കൺട്രോൾ ചെയ്യാനും സാധിക്കും. അടുത്തത്, റൂളേഴ്സ് അതോറിറ്റി. ട്രെലീക്കനസിന്റെ പവറോട് കൂടി ഏതൊരു വസ്തുവിനെയും തൊടാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഷാഡോ എക്സ്ട്രാക്ഷൻ. തന്റെ മുന്നിൽ മരിച്ചു വീഴുന്ന ഏതൊരു ശത്രുവിനെയും തന്റെ ആർമിയിലേക്ക് കൂട്ടാൻ സാധിക്കും. പിന്നെ വരുന്നത് ഷാഡോ എക്സ്ചേഞ്ച്. ഈ പവർ യൂസ് ചെയ്ത് വേറെ ഒരു ഷാഡോ നിൽക്കുന്ന സ്ഥലത്തേക്ക് നിഷ്പ്രയാസം ട്രാവൽ ചെയ്യാം. നെക്സ്റ്റ്, റിമോട്ട് സെൻസിംഗ്. ഏതൊരു ഷാഡോവുമായി തന്റെ സെൻസസ് ഷെയർ ചെയ്യാൻ സാധിക്കും. മൊണാർക്സ് ഡൊമൈൻ. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഷാഡോസിന്റെയും ശക്തി 50% കൂട്ടുവാനുള്ള കഴിവ്. ഇനിയും ഒരുപാടുണ്ട്. ഷാഡോ ഇൻഫിൽട്രേഷൻ, സ്റ്റെൽത്ത്, അങ്ങനെ പോകും. അപ്പോൾ ഇതെല്ലാമാണ് ആഷ്ബോണിന്റെ ശക്തികൾ. ആഷ്ബോണിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം സിമ്പിളായി അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി ഏതു ക്യാരക്ടർ അല്ലെങ്കിൽ ഏത് ആനിമെ വേണമെന്ന് കമന്റിലിട്ടോ, നമുക്ക് നോക്കാം. ഹെൽത്തി കൺവെർസേഷൻ ഓൾവൈസ് അപ്രീഷിയേറ്റഡ്. മോശം വാക്കുകൾ ഒഴിവാക്കി നിങ്ങളുടെ തന്നെ മാന്യത നിലനിർത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. സീ യു സൂൺ.